കുളിച്ചതിനാ? അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏകദേശമായി. അപ്പോൾ ഇനുവിന് ദേശീയനെ കിട്ടിയിരുത്തിയിട്ടുണ്ട്. ഒരാൾ ഇരുന്ന് കാണുന്നു. തുമ്പിക്കയിലൊക്കെ വെള്ളമൊക്കെ തുമ്പിക്കയിലേക്ക് വെള്ളം കുടിക്കുന്നൊക്കെ. ഹൈ ഗൈസ് നമ്മണ്ടല്ലോ ആന കുളി കാണാൻ പോയി കേട്ടോ. ആന കുളിപ്പിക്കുന്നത്. അപ്പോൾ ചെറുനമ്പലത്തിൽ ഉത്സവമല്ലേ. അപ്പോൾ ഇപ്പം പോയിക്കാനാ ആന കുളിപ്പിക്കുന്നത് കാണാം. ഇപ്പോൾ 2:50 കുളിപ്പിച്ച് കഴിഞ്ഞാമോ ബേ പോവാം. അപ്പോൾ തഫീനും ഇനുവിനും കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ പങ്കളെ കുട്ടിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ അവിടത്തേക്ക് പോവാം, ഉത്സവത്തിൻ്റെ അടുത്തേക്ക് പോവാം. നല്ല പൊരിഞ്ഞ വെയിലാണ്, കിട്ടിലമ്പോഴത്തെ വെയിലാണ് വേണ്ട. നല്ല വെയിലാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയിനി, അതിനപ്പുറത്തെ കൊല്ലം പോയിനി ആന കുളി കാണാൻ വേണ്ടി. പണ്ടേ പോക്കുണ്ട്. മുമ്പിലെ ചെറിയുന്ന കുളിപ്പിക്കൽ, അമ്പലത്തിൻ്റെ ചെറിയില്ലേ, ചെറിയുന്ന കുളിപ്പിക്കൽ. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്നാണ് കുളിപ്പിക്കൽ. പൈപ്പ് അടിച്ചിട്ട്, പൈപ്പിനെ കൊണ്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ആണ് കുളിപ്പിക്കൽ. ഇപ്പോൾ കുറച്ചായിട്ട്, കുറച്ച് വർഷമായിട്ട്. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്നതാണ്. പോവാം. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിനി, അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം കണ്ടിനി വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് അടിച്ച്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം ഇനുവിനും കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ പണ്ടേ നമ്മൾ ചെറിയുന്ന കുളിപ്പിക്കുന്നതെല്ലാം കാണലില്ല. നമ്മളല്ല മുമ്പേ ചെറിയുന്ന കുളിപ്പിക്കൽ. പോവാ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അഷ്റഫ് കണ്ണൂർ. ഓക്കെ, എന്നിട്ടൊന്ന് ഫോളോ ചെയ്യട്ടോ, സപ്പോർട്ട് ചെയ്യും. ഇടാ വാടേ തഫി വേമ്പാ. സമീല ഹെൽമെറ്റ് എടുത്തോ. ഹെൽമെറ്റ് അടുത്തുമ്പോഴത്തേക്ക് 3:15 കുളിപ്പിച്ച് കഴിയുമെന്ന് അറിയില്ല, നോക്കാം. ഗായ്സ് നമ്മൾ ചെറുകുന്നിലെത്തിയേട്ടാ. അമ്പലത്തിൻ്റെ ആർച്ച് കയറി, നമ്മൾ കോപ്പുറത്ത് അമ്പലത്തിൻ്റെ ആർച്ചില്ലേ, അത് കയറി അമ്പലത്തിൻ്റെ അവിടെ എത്താൻ പോകുന്നു കേട്ടോ. ഇപ്പോൾ ചെറ ഇവിടെ ഒരു ആനൊക്കെ ഉണ്ട്, ആനൻ്റെ പ്രതിമ ഇതങ്ങവിടെ കണ്ടോ. ഒറിജിനൽ അല്ല കേട്ടോ, ആനൻ്റെ പ്രതിമ. നമ്മളെ ചങ്ങായി ഉണ്ടാക്കിയതാ, അക്ഷയ് ഉണ്ടാക്കിയതാ. പിന്നെ കാണിച്ചാ നേരെ ചെറുനമ്പലത്തിൻ്റെ ചെറുനടത്താണ് ഇപ്പത്തു. ഇതാ കാണുന്ന തന്നെ ചെറുനമ്പലത്തിൻ്റെ ചെറ. അങ്ങനെ ചെറുനടത്ത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പണ്ട് ഇവിടുന്ന് കുളിപ്പിക്കൽ കണ്ട, ഈ ചെറിയുന്ന കുളിപ്പിക്കൽ അങ്ങ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നല്ലായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ കുളിപ്പിക്കൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, കുറച്ച് വർഷമായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് കുളിപ്പിക്കുക. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അത് അമ്പലം കുളിപ്പിച്ച് കഴിഞ്ഞു ആവോ, കുളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരാന ഇവിടുന്ന് കുളിപ്പിക്കുന്നുണ്ട്, ഒരാന നോക്കാം. ഇവിടുന്ന് കുളിപ്പിക്കുന്നുണ്ടാവും ഒരാന, നോക്കട്ടെ. ആന ഉണ്ടാവും, അവിടെ ഉണ്ടാവില്ല ഒരാന. അതായത് പിന്നെ 1-2 ആന ഈ ഭാഗത്തുണ്ടാവും. ഈ ഭാഗത്ത് ഉണ്ടാവില്ല എപ്പോൾ മെയിനായിട്ട്, നോക്കട്ടെ. ഒരാന അതൊരാന അവിടെ. പിന്നെ ഇവിടെ ഒരാന വേണം, അങ്ങ് ഈ വണ്ടീൻ്റെ എല്ലാം ബാക്കിൽ. എലിഫൻ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ ഉണ്ടോ? കുളിപ്പിക്കുന്ന ആന. എലിഫൻ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആംബുലൻസ് ഉണ്ടോ? അതിൻ്റെ അവിടെ നിന്ന് ആന കുളിപ്പിക്കുന്നുണ്ട് കണ്ടോ. ഇറങ്ങി വണ്ടി സൈഡാക്കട്ടെ. ഓല പോകാനുണ്ട്, ഇവിടെ വെച്ചാൽ പണി കിട്ടും. ഇതൊന്നും ഓല പോകും. ഇപ്പോൾ സൈഡിലൊക്കെ ഇവിടം വെക്കട്ടെ. നല്ല സൈഡ് നോക്കിയിട്ട്, നല്ല സ്ഥലം നോക്കിയിട്ട് ഇവിടം വെക്കാം. ആന കുളി കാണാൻ ആൾക്കാർ ഇങ്ങനെ വരും. ആന കുളി കാണാൻ നമുക്ക് വീടിങ്ങനെ സൈഡാക്കിയാലോ. ഇവിടെ സൈഡാക്കാം അല്ലേ. ഇതാ ഇവിടുന്ന് കുളിപ്പിക്കുന്നു. ബാ കാണിച്ചരാ. അല്ല ആന തേച്ച് വെച്ച് കുളിപ്പിക്കാൻ. വെയിലത്തായി പോയല്ല പിള്ളേർ. ദേശ ആയി പറഞ്ഞേ നാളെ ദേശ കിട്ടി. തഫിയുണ്ട്. ആനെ കുളിപ്പിക്കുന്ന ഇനി കണ്ട ദേശാണ് അതിൻ്റെ മുകളിൽ കയറ്റി എടുത്ത്. അപ്പോൾ ഇനുവിന് ദേശീയനെ കിട്ടി ഇരുത്തിയിട്ടുണ്ട്. ഒരാൾ ഇരുന്ന് കാണുന്നു അല്ല, ആന കുളിക്കുന്ന കാണുന്നുണ്ടോ? എന്താ ആന തേച്ച് വെച്ച് കുളിപ്പിക്കുന്നു. എന്താ ബ്രഷ് ഇട്ടിട്ട് ആനെ കൊണ്ടുവരുന്ന ലോറി ഉണ്ടോ? 2 കണ്ടോ?
നല്ല രസമല്ല അല്ലേ? 2 ദിവസമായി ഇനി തുടങ്ങിയിട്ട് ആന വിളി കാണണം. കാരണം കഴിഞ്ഞ കൊണ്ടുവന്നിനി, കഴിഞ്ഞ ഞാൻ ഇനുവിനും കൂട്ടിയിട്ട് വന്നിനി, അതിൻ്റെ അപ്പുറത്തെ പോലെ ഇനുവിനും കൂട്ടിയിട്ട് വന്നിനി. ആന വിളിക്കുന്നതാണ്. 2-3 ദിവസമായിട്ട് ഇനി പറയുന്നു ആന വിളി കാണണം. അത് വരുമ്പോൾ ഏതായാലും ദേശീയനെയും കൂട്ടി, പങ്ങളെ കുട്ടീനെയും കൂട്ടി. എന്താ വരച്ചരച്ച് കുളിപ്പിക്കാം. നല്ല സൂണാവും വെള്ളത്തിൽ. ചൂട് സമയമല്ലേ. ഒരാന അങ്ങ് അവിടെ ഉണ്ട് കേട്ടോ. ഇതങ്ങ് അവിടെ ആ ലോറിൻ്റെ ബാക്കിലൊരാനയുണ്ട്. കാണുന്നുണ്ടോ? ഇതാ കണ്ടോ? അങ്ങ് അവിടെ ഒരാന കണ്ടോ? ഇപ്പുറത്ത് നോക്കട്ടെ. മരം അങ്ങോട്ടൊന്ന് ഇവിടുന്ന് കാണുന്നുണ്ടോ? അന്ന് ഇതാ അങ്ങാടെ കണ്ടോ ഒരാളെ കണ്ടോ? അതിനെ കുളിപ്പിക്കണം അത്ര കേട്ടോ. അതിനെ കുളിപ്പിച്ചിട്ടില്ല. കുളിപ്പിക്കുന്ന അത്രയും തോന്നുന്നു. കാരണം അതിൻ്റെ കോലം കണ്ടിട്ട് അതിനെ കുളിപ്പിക്കണം അത്രേ. അപ്പോൾ ഇതിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിനെ കുളിപ്പിക്കുന്നതൊക്കെ എന്താ വൃത്തിയല്ലേ ഇവിടെ? നല്ല വൃത്തിയില്ല കാണാൻ തന്നെ. നല്ല ബ്ലാക്ക് കളറായിട്ട് നോക്കിയാൽ വെള്ളം ഇതാക്കുമ്പോഴത്തേക്ക് കുളിപ്പിക്കുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളർ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ അതിനും കൂടെ കുളിപ്പിച്ചാൽ ഇതുപോലെ തന്നെ ആവും. നല്ല ബ്ലാക്ക് ആവും. എന്താ അങ്ങനെ. പിന്നെ അങ്ങ് അവിടെ ഒരാനുണ്ട്. അങ്ങ് അവിടെ ആ വീടിൻ്റെ നേരെ ബാക്കിൽ ഒരാനുണ്ട്. ഇതാണ് പറഞ്ഞത് ആംബുലൻസ് കണ്ടോ? എലിഫൻ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കേട്ടോ. എലിഫൻ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി, കുന്നംകുളം മേഖല. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് കണ്ടിന്യൂ സംഭവം. കഫ്യൂ ഇനും ദേശീയ ഇവിടെ മതിലിനുള്ളിൽ ഇരുന്നിട്ടാണ് എല്ലാവരും അങ്ങത്തോളം കാണുന്നത്. കണ്ട പിള്ളേരെല്ലാം മതിലിനുള്ളിൽ കയറ്റിയിരുത്തിയിട്ട് ആന വിളി കാണേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് അവിടെയുള്ളൊരു വീട്ടിൽ നിന്നാണ് കുളിപ്പിച്ചത്. ഇതിൻ്റെ നേരെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്നുണ്ടിന് കഴിഞ്ഞ പ്രാവശ്യം. മെയിനായിട്ട് കണ്ട അടുത്തൊരു വീട്ടിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞാ അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏകദേശമായി 4 ആൾക്കാർ കൂടിയിട്ട് കുളിപ്പിക്കുന്നല്ലേ. 4 ആൾക്കാർ. അവിടെ തന്നെ 2 ആനയുണ്ട് കേട്ടോ. 2 ആനയുണ്ട് അവിടെ. ഒന്നിനെ കുളിപ്പിക്കുന്നു, ഒന്നതിൻ്റെ തൊട്ടപ്പുറമുണ്ട്. അത് ശരിക്കും കാണുന്നില്ല. ആ ലോറിൻ്റെ ബാക്കിലായതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. നേരെ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടുന്ന് ആനനെ കാണും. അതിനെ കൊണ്ടുപോയാ ഇല്ല. അത് ആടുണ്ട്. അതല്ല ആന കണ്ട. ആന കണ്ട. ഇതിനെ കുളിപ്പിച്ചാമോ? കണ്ട ആന കണ്ട. അങ്ങോട്ട് പോയിക്കൂടാ. ആനെ കൊണ്ടുപോയിട്ടോ. ഇതാ പോകുന്ന അങ്ങോട്ടേക്ക് പോകുന്ന. വന്ന് നമുക്ക് പോകാൻ തോന്നും അല്ലേ? ഇത് ആന വരുന്ന ഇതാ വരുന്ന ആന വരുന്നുണ്ടോ? കൈവിടി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അതിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നു. എന്താ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയാ? ഇതിനെ കുളിപ്പിക്കണം അത്ര. ഇതിനെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു കുളിപ്പിക്കാൻ. ആ വീട്ടിലേക്കായിരിക്കും കേട്ടോ. അങ്ങ് അവിടെയുള്ള വീട്ടിലേക്കായിരിക്കും. അയാൾ എണീച്ച് അവിടെയുള്ള ആളെ എണീച്ച് കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അയാന എണീച്ച് കേട്ടോ. അതിനെ എണീപ്പിച്ച് ഇപ്പോൾ കുളിപ്പിച്ച് ആന എണീച്ച്. ഇപ്പോഴത്തെ വന്നേ. ഇനിയിപ്പോൾ ഇവിടെ ആൾക്കാർ കൂടും. ഈ വീട്ടിൽ നിന്നാണ് കുളിപ്പിക്കുന്നത്. അടുത്ത ആന 3 ആന കേട്ടോ. ഇത് 3ാമത്തെ ആന. 1, 2 അവിടുന്ന് 2 ആനയുണ്ട്. ഒരാന കുളിപ്പിച്ച് ഇത് അടുത്ത ആന. ഈ വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്നത് നമ്മൊന്ന് കണ്ടേ. ഞാനും ഇനു എലിനു വീട്ടിൽ നിന്നാണ് കുളിപ്പിക്കുക. ഈ ആന ഇടുന്നു. രണ്ടിടും നോക്കുന്നു. ഇപ്പൊ കുളിപ്പിക്കണം. എത്ര കണ്ട് പ്രവർത്തിച്ചാലും അനുഗ്രഹം ഉണ്ടായാലാണ് ഒക്കെ വേണ്ട പോലെ. തുമ്പിക്കയിലേക്ക് വെള്ളമൊക്കെ തുമ്പിക്കയിലേക്ക് വെള്ളം കുടിക്കുന്നൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടോ? 2 ആളിങ്ങനെ നോക്കിയത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
ഉള്ള ആൾക്കാരാ ആനകുളിയാണ്. അങ്ങനെ നമ്മൾ ആനകുളിയെല്ലാം കണ്ട് പോവുകയാണ്. ഇരുന്ന് പോയാട്ടാ. എന്താന്ന് ഇനി കൊടുത്തു ഇനോ വാ വാ വാ. ആ വണ്ടിയുടെ ഇല്ല അല്ലേ? വണ്ടി വണ്ടിയുടെ ഇല്ലേ? പോവാം നമുക്ക്. അപ്പോൾ ഇവിടുന്ന് പോവാട്ടാ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം. ബൈ ബൈ.